ഇന്നൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഡയറ്റ് ചെയ്യുന്നവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു ഹോം മെയ്ഡ് മുസ്ലിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മുസ്ലിക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ നാൾ കേടാവാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ചോയുടെ കട്ടിയുള്ളൊരു പാത്രം വെക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വലിയ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. അതല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുത്താൽ മതി കേട്ടോ. അത് ഏകദേശം ഒരു 2-2.5 കപ്പോളം എടുക്കാവുന്നതാണ്. അപ്പോൾ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം കേട്ടോ. ഒരിക്കലും കൂട്ടി വെക്കരുത്. എത്രത്തോളം നിങ്ങൾക്ക് തീ കുറച്ച് വെക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബദാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബദാം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പംകിൻ സീഡാണ്. അതും ഏകദേശം ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഓൺലൈനിലൊക്കെ കിട്ടും. ആമസോണിലൊക്കെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കാഷ്യൂ നട്ടാണ്. അത് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതും ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സൺഫ്ലവർ സീഡാണ്. അതും ഞാൻ ഏകദേശം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. അതല്ലെങ്കിൽ ഓൺലൈനിലും വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ്. അതും നമുക്ക് എല്ലാ കടകളിലും ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതും കൂടി ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിയ സീഡാണ്. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ ഓൺലൈനിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതും ഇതിൻ്റെ ഒപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഹണിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മളിത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഹണി ഹെൽത്തി ആണെങ്കിൽ കൂടി 2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം കളറെല്ലാം മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടണം. അപ്പോൾ തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഹണി ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പോൾ അത് ഹണി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. എന്നാലേ നമ്മുടെ മുസ്ലിക്ക് ചെറിയൊരു മധുരം കാണുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വേണ്ടി വരും കേട്ടോ ഇത് വറുത്ത് കിട്ടാനായിട്ട്. പിന്നെ പലരും പറയും ഹണി ചൂടാക്കാനായിട്ട് പാടില്ല എന്ന്. അങ്ങനെയുള്ളവർ ഹണി ഇതിൽ ചേർക്കേണ്ടതില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഹണി ചേർത്ത് കഴിച്ചാൽ മതി. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് പറയുക, നമുക്ക് വെറുതെ കഴിക്കാനായിട്ടും ഇത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ എന്താ പറയുക ഓട്സും അതുപോലെ ബദാമിനൊക്കെ ചെറിയൊരു മധുരം കാണും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ഇതിൽ ഹണി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓട്സിൻ്റെ കളറും എല്ലാം മാറി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിത് ഇളക്കിയെടുക്കുന്ന സമയത്ത് നല്ലൊരു സൗണ്ടും നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് വരുന്നത്. ഇതെല്ലാം വറുത്ത് വരുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ചെറിയ തീയിലാണ് ഞാനിതെല്ലാം വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കോക്കനട്ടാണ്. ഞാനിവിടെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊപ്ര ഉണ്ടെങ്കിൽ, കൊപ്ര എന്ന് പറയില്ല നമ്മൾ ഉണങ്ങിയിട്ടുള്ള തേങ്ങ, അതുണ്ടെങ്കിൽ അത് നീളത്തിൽ ചീകിയെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഫ്രഷ് തേങ്ങ ആണ് ഉള്ളതെങ്കിൽ ഫ്രഷ് തേങ്ങ ഒന്ന് വറുത്തെടുത്ത ശേഷം നിങ്ങൾക്ക് ചേർക്കാം. അതല്ലെങ്കിൽ ഫ്രഷ് തേങ്ങ നമ്മൾ ഓട്സ് ആദ്യം ഇട്ടില്ല ആ സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ തീ ഓഫാക്കിയിട്ടുണ്ട്. തീ ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈഡ് ക്രാൻബെറി ആണ്. അത് ഏകദേശം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക്ബെറി ആണ്, ഡ്രൈഡ് ബ്ലാക്ക്ബെറി ആണ്. അതും ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നാട്ടിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും.
അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കിസ്മിസാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഗോൾഡൻ കളറുള്ള കിസ്മിസും എടുത്തിട്ടുണ്ട്. അതും ഏകദേശം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന എല്ലാം തന്നെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് കൂടി നമുക്കൊന്ന് ഇളക്കി എടുക്കാം. കാരണം നമ്മുടെ പാത്രം നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കിടന്നിട്ട് ഇതൊന്നുകൂടെ മൂത്ത് വരും. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കുറേ നേരം ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ തേങ്ങയുടെ കളറെല്ലാം മാറും. അപ്പോൾ ഫ്രഷ് തേങ്ങ ആണെങ്കിൽ നിങ്ങൾ ഓട്സ് ചേർക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊപ്രയോ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ ആണ് ചേർക്കുന്നതെങ്കിൽ അവസാനം തീ ഓഫ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ പാത്രം നല്ല ചൂടല്ലേ, അപ്പോൾ ഈ തേങ്ങയുടെ കളറൊക്കെ മാറിപ്പോവും. അതുപോലെ തന്നെ നമ്മുടെ ഓട്സിൻ്റെ കളറും മാറും. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. തേങ്ങ ഒക്കെ എന്തായാലും ചേർക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മുസ്ലി വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ഒന്നുകിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാവും അല്ലെങ്കിൽ കൊപ്ര ആയിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. കണ്ടോ, അതെല്ലാം നല്ല പൊടിഞ്ഞ് വരുന്നുണ്ട്. എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബദാമും അതുപോലെ കാഷ്യൂനട്ടും നമ്മൾ ചേർത്തിരിക്കുന്ന ഓട്സൊക്കെ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഗ്രീക്ക് യോഗേട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീക്ക് യോഗേട്ട് ഇല്ലെങ്കിൽ സാധാരണ നമ്മളെടുക്കുന്ന യോഗേട്ട് എടുത്താലും മതി. അതായത് തൈര്, പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ. അതെടുത്ത് ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മുസ്ലി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ കുറച്ച് ഗ്രേപ്സും പിന്നെ ഒരു 1/2 പഴം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ മാച്ച് ആവുക ബെറീസാണ്, അതായത് സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരല്പം ഹണി ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഫില്ലിംഗ് ആണ് ഈ ഒരു മ്യൂസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ കടകളിലൊക്കെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് ഒത്തിരി വിലയാണ്. അപ്പോൾ നമുക്ക് അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഒരു മാറ്റവും ഇല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയും പംകിൻ സീഡോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണോ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് ദിവസം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ എടുത്ത് വെച്ചാൽ മതി. കുറേ ദിവസം കേടാവാതിരിക്കും. ഏകദേശം 1 മാസത്തിനടുത്തൊക്കെ കേടാവാതിരിക്കും. ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് വെക്കാറുണ്ട്. 1 മാസമൊക്കെ നിൽക്കാറുണ്ട്. ഇതിവിടെ കുട്ടികൾ ഇങ്ങനെ വെറുതെ ഇട്ട് കഴിക്കുകയൊക്കെ ചെയ്യും. അവർക്ക് നല്ലൊരു ഇഷ്ടമാണിത്, നേരിയൊരു മധുരമൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.